നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പം ഞാനെന്നുള്ളത് തെന്നാരമ്പറ്റ കൊട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ കരിമ്പുഴ പുഴയുടെ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത്. കരിമ്പുഴയിൽ നിന്നൊരു 100 മീറ്റർ അത്രേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. അപ്പോൾ എന്തായാലും വളരെ പുഴയുടെ തീരത്താവുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രം, അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രം. ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ സാധിച്ചായിട്ടുള്ള ആളുകൾ പിന്നെ ഇവിടെ വന്ന് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് തൊഴുത് കാര്യങ്ങൾ നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടെ, അതുപോലെ അയ്യപ്പൻ വിളക്ക്, കളംപാട്ട്, ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് നടത്തി വരുന്നൊരു വഴിപാടുകളാണ്. അപ്പോൾ കണ്ടമാനം ആളുകൾ കളംപാട്ടും അയ്യപ്പൻ വിളക്കൊക്കെ ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യവും അതുപോലെ ബുക്കിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കാം, അമ്പലത്തിൻ്റെ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവിടെ അമ്പലത്തിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ അവർ നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ സുധീഷ് ചെമ്പകശ്ശേരി വ്ളോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടും. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പോൾ നമുക്ക് ഇവരോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ. പ്രിയ ഭക്തജനങ്ങളെ, കരിമ്പുഴ പഞ്ചായത്തിൽ, ഒറ്റപ്പാലം താലൂക്ക് കരിമ്പുഴ പഞ്ചായത്തിൽ കരിമ്പുഴ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് സാമൂതിരി രാജകുടുംബത്തിന്റെ കീഴിൽ ഏറാൾപ്പാട് രാജായുടെ ഭരണത്തിൽ നടക്കുന്ന സ്ഥിതി ചെയ്യുന്ന കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രം. ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ കളംപാട്ട്, അതുപോലെ വേട്ടേക്കരമ്പാട്ട് എന്നീ വഴിപാടുകൾ ബുക്ക് ചെയ്യുന്ന മുറയ്ക്ക് മണ്ഡലകാലത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തുലാമാസത്തിൽ നിറമാല നടക്കുന്നുണ്ട്. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമവും ത്രികാല പൂജയും നടന്നു വരുന്നു. ഭക്തജനങ്ങൾ എല്ലാവിധ സഹകരണവും ഉണ്ടാവണമെന്ന് ദേവസ്വത്തിൻ്റെ പേരിലും ഭഗവതിയുടെ പേരിലും പ്രത്യേകം താല്പര്യപ്പെടുന്നു. അതുപോലെ ഈ ക്ഷേത്രത്തിന് പരിസരത്ത് അയ്യപ്പൻ വിളക്ക് സാധാരണ നടന്നു വരുന്നുണ്ട്. അയ്യപ്പൻ വിളക്കിനെ പറ്റി ആധികാരികമായി പറയാൻ കമ്മിറ്റിയുടെ ഭാരവാഹിയായ ഗിരീഷ് കുമാർ പറയുന്നതായിരിക്കും. നമസ്കാരം. ശ്രീ തെന്നാരമ്പറ്റ കോട്ടയിൽക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെ ഭഗവതിക്ക് പുറമെ ഉപദേവനായിട്ട് വേട്ടേക്കരനുണ്ട്. മണ്ഡലകാലത്ത് ആൾക്കാർ വഴിപാട് നേർന്ന മുറയ്ക്ക് വേട്ടേക്കരം പാട്ടും കളംപാട്ടും നടന്നു വരാറുണ്ട്. മണ്ഡലകാലത്ത് കളംപാട്ടിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് താലപ്പൊലി മഹോത്സവവും നടത്താറുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതിനൊക്കെ മുന്നേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒന്നാണ് അയ്യപ്പൻ വിളക്ക്. ഈ ക്ഷേത്രമുറ്റത്ത് തന്നെ 30-35 വർഷത്തിൽ പരമായിട്ട് അയ്യപ്പൻ വിളക്ക് നടത്തി വരുന്നതാണ്. അത് ഭക്തജനങ്ങൾ വഴിപാടായും അതുപോലെ തന്നെ കമ്മിറ്റി പിരിച്ചും വർഷം തോറും ഡിസംബർ ആയത്തോടു കൂടി അയ്യപ്പൻ വിളക്ക് നടത്താറുണ്ട്. അപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ ദൂരസ്ഥലങ്ങളിലാവാം, അതുപോലെ നാട്ടിലുള്ള ആൾക്കാരുകളായിരിക്കാം, വഴിപാട് നേർന്ന് അയ്യപ്പൻ നടത്താൻ ഏറ്റു പറഞ്ഞിട്ടുണ്ടാവും ഭഗവാനോട്. അപ്പോൾ നടത്താനുള്ള ഒരസൗകര്യം കാരണം ഇതിന് ഒരുപാട് ആൾക്കാരെ പ്രയത്നം കൂടി വേണം. പൈസ മാത്രം മുടക്കിയാലും നടത്താൻ കഴിയുന്ന ഒന്നല്ല അയ്യപ്പൻ വിളക്ക്. ഇതിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കൽ, വാഴമ്പിണ്ടി, അതുപോലെ മറ്റ് സ്ഥലങ്ങൾ വൃത്തിയാക്കൽ, പന്തൽ കെട്ടാൻ വേണ്ടി പുല്ല ചെത്തിക്കോരി പറമ്പ് വൃത്തിയാക്കി ചാണകം തേച്ചൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അത് പ്രായോഗികമായിട്ട് അന്നല്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അത് അസൗകര്യപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള അറിവിലുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അയ്യപ്പൻ വിളക്ക് നടത്തി കൊടുക്കാറുണ്ട് ഇവിടെ. ചില ആളുകളൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് ചിലവും മറ്റുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റിയൊക്കെ സമീപിക്കാറുണ്ട്. അപ്പോൾ അത്ര ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിട്ട് നടത്തി കൊടുക്കാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കുന്നതാണ്. പറയാം.